ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മളുണ്ടാക്കാൻ പോകുന്നത് റെഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. മുളക് പൊടിയോ കളർ ഒന്നും ചേർക്കാതെ നമ്മൾ റെഡ് കളറിൽ എങ്ങനെ ഒരു ചിക്കൻ ഉണ്ടാക്കാന്നുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന ഓൾ എന്ന ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാനിന്ന് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വലിയ പീസാക്കണ്ട, ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിനു ശേഷം 2 ബേ ലീഫാണ് കേട്ടോ. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു വലിയ സൈസും അതിൻ്റെ ചെറുതുമാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ഉണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 പച്ചമുളക് ഇതുപോലെ നടുകീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് നമുക്ക് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. ഉള്ളി ഒരുപാട് ഉടയൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അവിടെ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ കുരുമുളകും, അതുപോലെ തന്നെ ഒരു 3-4 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത് 3ഉം ചതച്ചെടുത്താണ് കേട്ടോ. നമ്മൾ പേസ്റ്റ് പറ്റില്ല, നമുക്ക് ചതച്ചിട്ട് തന്നെ എടുക്കുക. കുരുമുളകാണെങ്കിലും ചതച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് പോയതിന് ശേഷം നമ്മളെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അധികം നമ്മൾ ഇൻഗ്രീഡിയൻസ് അധികം ചേർക്കുന്നില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ്, എപ്പോഴും നമ്മൾ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇൻഗ്രീഡിയൻസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്ത് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, പറഞ്ഞില്ല, മുളക് പൊടിയില്ല, മല്ലിയില, ഒന്നുമില്ല, വേറെ പൊടികളൊന്നുമില്ല. ഈ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. നമുക്ക് ആ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ചെറിയൊരു പണി കൂടിയുണ്ട്. നമുക്കൊരു വലിയൊരു ബീറ്റ്റൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അതൊന്ന് തരികളില്ലാതെ ഒന്ന് അരയാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നരച്ചു കൊണ്ടുവരിക. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് അരച്ചിട്ടുണ്ട്, അതുപോലെ അരിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ് ഒഴിച്ചിട്ട് നമുക്കൊരു ബൗളിൽ ഒരു അരിപ്പ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ ബീറ്റ്റൂട്ട് ജ്യൂസ് എടുക്കില്ലേ, അതേപോലെ അരിച്ചെടുക്കുക. അതുപോലെ നമുക്കത് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിവിടെ നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കൻ ഇല്ലേ, അതിടയ്ക്ക് നിരക്ക് നമ്മൾ തുറന്ന് നോക്കണം. അപ്പോൾ ചിക്കൻ ഫുള്ളും വേവാവണ്ട, ആ വേവാവണതിന് മുന്നേ തന്നെ നമ്മൾ തുറന്ന് നോക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ച ബീറ്റ്റൂട്ട് ജ്യൂസ് ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, റെഡ് കളറിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടിയോ അതുപോലെ ചിക്കൻ കളറോ ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് കൊണ്ടാണ് നമ്മളെ ചിക്കൻ അത്രയും കളർ കിട്ടുന്നത് കേട്ടോ. ഇത് എന്നിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഫുൾ വേവായതിന് ശേഷമല്ല നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്, വേവാവുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ഒഴിച്ച് കൊടുക്കുക. ഹാഫ് വേവായതിന് ശേഷം, കാരണം നമുക്ക് ആ ബീറ്റ്റൂട്ട് ജ്യൂസ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അതിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വറ്റിച്ചാകുമ്പോൾ സെറ്റായി കിട്ടാനുള്ളതാണ്. അപ്പോൾ വെന്തതിന് ശേഷം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വേവ് കൂടി ഒന്ന് ഉടയാൻ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിലിട്ട് ബീറ്റ്റൂട്ട് ജ്യൂസൊക്കെ ഇട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താണ് കേട്ടോ. ഇനിയും ഡ്രൈ ആക്കി എടുക്കുക. അല്ല, ഈ ഒരു രൂപത്തിൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കുക. അല്ലെങ്കിൽ അതിലിട്ട് ഒന്നുകൂടി ഡ്രൈ ആക്കിയാൽ നല്ല ഡ്രൈ ആയി കിട്ടും. കണ്ടില്ലേ, നമ്മൾ ചിക്കൻ്റെ കളറൊക്കെ മാറി ആ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിട്ട് ഒന്നുകൂടി നല്ല ഫ്രൈ ആക്കി എടുക്കട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടിയും അതുപോലെ ചിക്കൻ്റെ കളർ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് ആ റെഡ് കളറിൽ നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ട്രൈ ചെയ്ത് നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി. ചോറ്, പത്തിരി, ചപ്പാത്തി, ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓഫ് ചെയ്തിടുന്നത്. നിങ്ങൾക്ക് ഇനി ഡ്രൈ ആക്കണമെങ്കിൽ ഇനിയും ഡ്രൈ ആക്കാം. ഞാൻ കുറച്ച് ഒരു ഗ്രേവി പേസ്റ്റൊക്കെ കിട്ടാൻ ആ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ് കളർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ മസാലകളോ ഒന്നുമില്ല. ഇപ്പോൾ ചിക്കൻ മസാല, ഗരം മസാല പോലത്തെ ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ടേസ്റ്റില്ലാന്ന് വിചാരിക്കരുത്. ഇൻഗ്രീഡിയൻസ് കുറച്ചാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്ത ആരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.